Hi friends, I am M.A. Rashid, consultant psychologist. Today we are exploring the concept of wisdom. ജ്ഞാനം എന്നൊക്കെ പറയാം. കുറേ അറിവുകളുള്ള ഒരാൾ ജ്ഞാനിയായിരിക്കണമെന്നില്ല. വിസ്ഡം പേഴ്സൺ ആയിരിക്കണമെന്നില്ല. ജ്ഞാനമുള്ള ആളുകൾക്കുണ്ടായിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് വിമർശനാത്മക ചിന്ത ഉണ്ടായിരിക്കും. വിവേകം, വിനയം, ഓപ്പൺ മൈൻഡഡ്നെസ്, യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇതൊക്കെ അവർക്കുണ്ടായിരിക്കും. ഇതൊക്കെ ഇവർ നേടിയെടുക്കുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഒക്കെ ലഭിച്ച ഒരുപാട് പാഠങ്ങളിൽ നിന്നായിരിക്കാം. നമ്മൾ പറയാറുണ്ട് ചില ആളുകളെ മഹാന്മാരെ ജ്ഞാനികളായ ആളുകൾ എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് വിസ്ഡം? വാട്ട് ഈസ് വിസ്ഡം? വിസ്ഡം ഈസ് ദ എബിലിറ്റി ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്, നാവിഗേറ്റ് കോംപ്ലക്സ് സിറ്റുവേഷൻസ് ആൻഡ് ലിവ് എ മീനിങ്ഫുൾ ലൈഫ്. ഇറ്റ് ഇൻവോൾവ്സ് ഇൻസൈറ്റ്, എക്സ്പീരിയൻസ് ആൻഡ് ഡിസേൺമെന്റ്. ജ്ഞാനം എന്നത് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള, സങ്കീർണമായ സാഹചര്യങ്ങളെ മാനേജ് ചെയ്യാനുള്ള, അർത്ഥപൂർണമായ ജീവിതം നയിക്കാനുള്ള കഴിവാണ്. ഇതിൽ ഇൻസൈറ്റ്, അതായത് ഉൾക്കാഴ്ചയുള്ളവരായിരിക്കും. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അവർക്ക് വിവേചന ബുദ്ധി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള വലിയ വ്യക്തികളാണ് ജ്ഞാനികളായിട്ട് മാറുന്നത്. നമുക്കും അതുപോലെ വിജ്ഞാനം, അതായത് ജ്ഞാനമുള്ള ആളുകളായിട്ട് മാറാൻ സാധിക്കട്ടെ. എന്താണ് ഈ ജ്ഞാനം? അവർക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്, എങ്ങനെയാണ് സാധിക്കുന്നത്, അതിൻ്റെ സോഴ്സ് എന്താണ്, ഉത്ഭവം എന്താണെന്നൊക്കെ നോക്കാം. ഒന്നാമത്തത് തന്നെ ലൈഫ് എക്സ്പീരിയൻസ് ആൻഡ് ലെസൺസ് ലേൺഡ്. നമ്മൾ ചെയ്ത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങളാണ്. എല്ലാവർക്കും ജീവിതാനുഭവങ്ങളുണ്ട്. അത് നല്ലതുണ്ടാകും, ചീത്തയുണ്ടാകും. ഇതിൽ നിന്നൊക്കെ നമ്മൾ പലതും പഠിക്കുന്നില്ല. പക്ഷേ രണ്ടാമത്തെ കാര്യം മെൻറ്റേഴ്സ് ആൻഡ് റോൾ മോഡൽസ്. ഈ ജ്ഞാനമുള്ള ആളുകൾ, അവിടെ മെൻറ്റേഴ്സ്, അതേപോലെ അവിടെ റോൾ മോഡൽസ്, മാതൃക പുരുഷന്മാർ, ഉപദേഷ്ടാക്കൾ, അവരിൽ നിന്നൊക്കെ ചിലപ്പോൾ അതേപോലെ രക്ഷിതാക്കളായിരിക്കാം, ഗുരുനാഥന്മാരായിരിക്കാം, കുട്ടിക്കാലത്തുണ്ടായിരുന്ന അവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന പല ആളുകളായിരിക്കാം. ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ജ്ഞാനം ഉണ്ടാകുന്നതിന്, അറിവ് നേടുമ്പോഴേക്കും ആ അറിവ് ജ്ഞാനമാക്കി മാറ്റാനുള്ള കഴിവ് അവർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ഇൻട്രോസ്പെക്ഷൻ. സ്വയം അറിയാനും ഉള്ളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ കാണാനും തൻ്റെ മനസ്സിനെ സ്വയം വിശകലനം ചെയ്യാനും കഴിവ് ജ്ഞാനികളായ ആളുകൾക്കാണ് ഉണ്ടായിരിക്കുക. ലേണിംഗ് ഫ്രം ഫെയിലിയേഴ്സ് ആൻഡ് മിസ്റ്റേക്സ്. അതായത് പരാജയങ്ങളിൽ നിന്നും അപാകതകളിൽ നിന്നും തെറ്റുകളിൽ നിന്നൊക്കെ അവർ പഠിച്ചെടുക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ഇത് അവർക്കും ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും അവർക്ക് കാര്യങ്ങൾ കൊടുക്കാനും അവരൊക്കെ നയിക്കാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ജ്ഞാനമുള്ള, നമ്മൾ പഠിച്ച അറിവുകളൊക്കെ വിജ്ഞാനമായിട്ട് നമ്മൾ ജ്ഞാനികളായിട്ട് മാറാൻ, വിസ്ഡമുള്ള വ്യക്തികളായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.